ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് മാറി നിന്ന കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കേരളത്തിലില്ലാതിരുന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വീടായ കൊച്ചിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായതുപോലെ ജൂലൈ അവസാനത്തോടെ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയോടെ കൊച്ചിയിലെത്തുമെന്നായിരുന്നല്ലോ റിപ്പോർട്ട്സ് ഉണ്ടായത്. ആ റിപ്പോർട്ട്സ് ശരിവയ്ക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ചയോടെ കൊച്ചിയിലേക്ക് മെഗാസ്റ്റാർ എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടി കടക്കുക. എന്തായാലും കാത്തിരിക്കാം കൂടുതൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട സിനിമകളുടെ വാർത്തകൾക്ക്. വാപ്പയോടൊപ്പം തന്നെ സിനിമ ചെയ്യാതെ മാസങ്ങൾ വിട്ടുനിന്ന ദുൽഖറും ഇതിനോടകം തന്നെ അഭിനയിച്ചു തുടങ്ങിയിരിക്കുകയാണല്ലോ. ആകാശം ഒക്കത്തര എന്ന സിനിമയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിനയിച്ച ദുൽഖർ അതിനു മുന്നേ പരസ്യങ്ങളിലൂടെയാണ് വീണ്ടും അഭിനയത്തിൽ സജീവമായത്. ദുൽഖർ നിർമ്മിക്കുന്ന വലിയ ബഡ്ജറ്റുള്ള നഹാസ് ഇദീദിന്റെ അയാം ഗെയിമിന്റെ ഷൂട്ട് വരെ മെയ്യിൽ ആരംഭിച്ചതാണെങ്കിലും ഇനിയും ഒരൊറ്റ സീനിൽ പോലും ദുൽഖർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. ഈ വരുന്ന ഓഗസ്റ്റ് ആദ്യ ആഴ്ചയോടെ ദുൽഖർ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്നും ഇനിയും സിനിമയ്ക്ക് 120-ൽ പരം ദിവസത്തെ ഷൂട്ട് ഉണ്ട് എന്നും അതുകൂടാതെ സിനിമയ്ക്ക് നിലവിൽ 40ഓളം ദിവസത്തെ ഷൂട്ട് നടന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഷെഡ്യൂൾ ബ്രേക്കിലായിരിക്കുന്ന ആന്റണി വർഗീസ് കൂടി അഭിനയിക്കുന്ന സിനിമയുടെ അടുത്ത ഘട്ട ഷൂട്ട് ഈ വരുന്ന ഞായറാഴ്ചയോടെ ഫോർട്ട് കൊച്ചിയിൽ ആരംഭിക്കുമെന്നും 12 ദിവസത്തെ ഷൂട്ട് അവിടെ ഉണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കാം മലയാളത്തിലെ അടുത്ത ചിലവേറിയ അയാം ഗെയിമിന്റെ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.